World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പരിസ്ഥിതിക്കാരൻ ഒരാൾ വന്ന് ഒരു ബാഗം തൂക്കി വന്നിട്ട് അത് അവിടെ മൃഗങ്ങൾക്ക് വിഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നിൽക്കുമല്ലോ. നിങ്ങളെന്ത് പറഞ്ഞു? നിങ്ങളുടെ ജനങ്ങളുടെ വികാരം എടുക്കാൻ നിങ്ങൾ അതിനു വേണ്ടി വാദിക്കുന്നില്ലല്ലോ. ആരും വാദിക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും മാറിയിട്ടില്ല. അവിടുത്തെ പ്രശ്നങ്ങളും കൊണ്ട് അവർ പറഞ്ഞു എന്നല്ലാതെ അവിടുത്തെ സാഹചര്യം കൊണ്ട് അവർ പറഞ്ഞു എന്നല്ലാണ്ട് അതൊരു പ്രത്യേകമായ വിഷമാണെന്നൊന്നും പറയില്ല. ഞാൻ പറയണത് ഈ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ വരണ്ടേ? നമ്മുടെ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ ഇപ്പോൾ CPI സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നാണ്. അവരുടെ 4 മന്ത്രിമാർ ബാഗ് നോക്കി മന്ത്രിസഭയിൽ വരുമ്പോൾ അവരോട് തന്നെ പറഞ്ഞോളൂ. ഇല്ല, അവരത് അവിടുത്തെ പ്രായോഗിക വിഷമം കൊണ്ട് അത് ഉപേക്ഷിച്ചല്ലോ. അതിൽ പുള്ളി ഉപേക്ഷിച്ചല്ലോ. അതിപ്പോഴല്ല ഉപേക്ഷിച്ചത്, നേരത്തെ തന്നെ അവിടുത്തെ ആദിവാസിയും ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. വേണമെന്ന അഭിപ്രായമല്ല, നമ്മൾ ഓരോ കാരണം പറഞ്ഞ് മുടങ്ങിയതിനെക്കുറിച്ച് അതിനേക്കാളും നല്ലതല്ലേ പൂയംകുറ്റി എന്താ മുടക്കിയത്? എത്ര നല്ല പ്രോജക്റ്റാണ്. ഇടുക്കിയേക്കാളും നല്ല പ്രോജക്റ്റല്ലേ പൂയംകുറ്റി? അതിനെ മുടക്കിയില്ലേ? ഇപ്പോൾ ഇടുക്കിയുടെ സെക്കൻഡ് സ്റ്റേജ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അവിടെ 4 ആൾ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രോജക്റ്റും വരാൻ സമ്മതിക്കില്ലല്ലോ നമ്മളുടെ ഇവിടെ. യഥാർത്ഥത്തിൽ നിങ്ങളാണ് തടസ്സം. എന്താ അറിയോ? നിങ്ങളാണ്. അല്ലല്ല, CPI ഒന്നുമല്ല. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു വാർത്ത വളരെ വലുതാക്കി എടുത്ത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കും. അതെന്നാ പ്രോജക്റ്റ് നിന്നു. CPI ഒന്നും വീഴുന്നില്ല. അല്ല, അത് ചെറിയൊരു പ്രോജക്റ്റാണല്ലോ ആതിരപ്പള്ളി. അതിനേക്കാളും വലിയ പ്രോജക്റ്റുകൾ ഉണ്ടല്ലോ. അതിൽ തടസ്സം വന്നത് നിങ്ങളെ കുറിച്ച് പറയുന്നില്ലല്ലോ. അതൊരു ചെറിയ പ്രോജക്റ്റാണ്, അവിടെ ആദിവാസികൾക്ക് വിഷമം വരുന്നത് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അതിൽ ന്യായമുണ്ട്, ഇല്ലയെന്ന് പറയാനൊന്നും പറ്റില്ല. അതേ സ്ഥാനത്ത് വലിയ പൂയംകുറ്റിയൊക്കെ മുടക്കിയതിന് എന്താ കാരണം? ഇടുക്കിയുടെ 2 പ്രോജക്റ്റ് ഇത് കിട്ടുന്നതല്ലേ. ഇടുക്കിയുടെ സെക്കൻഡ് സ്റ്റേജ് എടുക്കാൻ പറഞ്ഞു. അതിനെന്താ തടസ്സം? കഴിഞ്ഞ 3 വർഷം നമ്മുടെ ഡാമുകളിൽ ധാരാളം വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു. ആ ഡാം മാനേജ്മെന്റിൽ വലിയ വീഴ്ച സംഭവിച്ചു. അത് ഇപ്പോഴത്തെ പരിസ്ഥിതി കാരണമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം സെൻട്രൽ പൂളിൽ നിന്നും 1514 ദശലക്ഷം വൈദ്യുതം കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നില്ല. നമ്മൾ തിരിച്ചു കൊടുത്തു. അത് ഇത്രത്തോളം വെള്ളം ഉണ്ടായിട്ട് പോലും പക്ഷേ സംഭരിച്ച് വയ്ക്കാതെ ഒരു ഭാഗം കാണാതെ അത് മുഴുവൻ ഉപയോഗിച്ച് തീർത്തിട്ട് അതിന്റെ ഡാം മാനേജ്മെന്റ് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ബാങ്കിങ് ആണ് കൊടുത്തത്, ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സസ് കൊടുത്തത് തിരിച്ചു കണ്ട് കിട്ടിയിട്ടുണ്ട്. ആ പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് അന്വേഷിക്കാൻ പറയാം. നമ്മൾ ഈ കൊച്ചി നെടുമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി, പ്രസരണ നഷ്ടം കുറച്ചു, വലിയ തരത്തിലുള്ള വലിയ വിമർശനമൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു. പക്ഷേ അവസാന കാലത്ത് ഇങ്ങനെ ഒരു റെഗുലേറ്ററി കമ്മീഷൻ കാണിച്ച വീഴ്ച കാരണം, സൂക്ഷ്മതക്കുറവ് കാരണം, അവരുടെ സഹകരണം ഇല്ലാത്തതുകൊണ്ട് കാരണം മുഴുവൻ പഴിയും അവസാനം സർക്കാർ കേൾക്കേണ്ടി വരുന്നതാണ്. പ്രതിപക്ഷം ഇരുണ്ട കാലത്തിന്റെ പ്രസംഗം നടത്തിയവർക്ക് ഇപ്പൊ മറുപടി ഉണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു സൂക്ഷ്മതക്കുറവ് റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ ഇടപെടൽ സർക്കാരിന് ആ ഘട്ടത്തിൽ നടത്താൻ EBക്ക് കഴിഞ്ഞു എന്നതാണ് ചോദ്യം. അത് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് തന്നെ ചോദിക്കുക എങ്ങനെ ഇടപെട്ടു എന്താണെന്നുള്ളത്. ഞങ്ങൾ കോടതിയിലെ ഒരു പരിപാടിയിൽ ഞങ്ങൾ ഇടപെടുന്നതിന് ഒരു മര്യാദയില്ലല്ലോ. അത് അതായത് ഓവറായിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഡ്രിപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തു, അല്ലെങ്കിൽ അനുമതി കൊടുത്തു. അതന്നെ, അത് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാനുള്ളൊരു അതല്ല, മുൻകൂട്ടി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകളുടെ ഇടയിൽ വാട്സപ്പ് വഴി അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തു. അത്രയേ ഉള്ളൂ. വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലോഡ് ഷെഡിംഗ് ഇല്ല, ഒരു പ്രശ്നം നമുക്കില്ല. ഇപ്പില്ല.
നിലവിൽ ലോഡ് ഷെഡിംഗ് നെ- സംസ്ഥാനത്തില്ല. ഇല്ല 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 അരമണിക്കൂർ അല്ല ഇന്നലെ ഒന്നും നടന്നില്ലല്ലോ. ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നില്ല. വളരെ ഓവറായിട്ട് എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് ഉണ്ടായിരുന്നല്ലാതെ എല്ലാവിടെയും ഉണ്ടായിരുന്നില്ല. ലോഡ് ഷെഡിങ് വന്നാൽ എല്ലാവിടെയും ഇന്ന ദിവസം ഇന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടാണല്ലോ വരിക. അതാണ് ഈ സൗകര്യം. 6 മണി 10 മണി 12 മണി വരെ എപ്പോൾ വേണമെങ്കിലും ഓഫ് ചെയ്യാവുന്ന അവസ്ഥയാണ്. പല ഘട്ടങ്ങളിലായിട്ടാണ്. കറണ്ട് ഇല്ല. കറണ്ട് ഇല്ല എന്നല്ല, നമ്മുടെ ഉപയോഗം എത്ര വർദ്ധിച്ചു. അതെന്താ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാത്തത്? നിങ്ങൾ ഒരു പണി ഈ വൈദ്യുതി അടുപ്പുകളൊന്ന് ഒരു ക്യാമ്പയിൻ നിങ്ങളൊന്ന് നടത്തി. നാളെ തൊട്ടുണ്ടാകുകയില്ലല്ലോ. മാധ്യമങ്ങൾ കൊടുത്ത ശേഷമാണ് ഈ ന്യായീകരണം പോലും പലപ്പോഴും കേസിലേക്ക് നടത്താൻ പറ്റുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ മിനിസ്റ്റർ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബാഗ് തൂക്കി വന്നത് മാധ്യമങ്ങളല്ല, CPI ആണ്. സ്വന്തം മന്ത്രിസഭ അങ്ങനെയാണ്. അല്ലല്ല, നിങ്ങൾ വെറുതെ CPI വിവാദം ഉണ്ടാക്കല്ല. അതല്ല, അത് നേരത്തെ തന്നെ അവിടെ ആദിവാസികളുടെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ. പക്ഷെ ഒരു സന്തോഷമുണ്ട് മിനിസ്റ്റർ ഞങ്ങളെ കാര്യമെങ്കിലും അവരെ ചീത്ത വിളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അല്ലല്ല, അതൊന്നുമല്ല. ആദിവാസികളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ആദിവാസികളെ ആരും നോക്കാറില്ലല്ലോ. ഇപ്പോൾ ഈ ഗവൺമെന്റ് വരുമ്പോൾ 117 ആദിവാസി കോളനിയിൽ ലൈറ്റ് കണ്ടിട്ടില്ല. ആ ലൈറ്റ് സ്ഥാപിച്ചതിനെ കുറിച്ചിട്ട് ഒരു വാക്ക് നല്ലത് പറഞ്ഞില്ലല്ലോ ആരും. ഇനി 10 കോളനിയിലുണ്ട് അത് കിട്ടാത്തത്. അവിടെ സോളാറും വിൻഡും കൂടി വെച്ചു കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 77 കൊല്ലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, എന്നിട്ട് അവർ ലൈറ്റേ കണ്ടിട്ടില്ല. മിനിസ്റ്റർ ഈ അരമണിക്കൂർ നിർബാധ പ്രവാസം അരമണിക്കൂറില്ലാന്ന് 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ വരുള്ളൂ. ഇനി KSB അല്ല, KSB അത് മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആവശ്യമുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞില്ലേ? ഇന്നില്ലല്ലോ. ഡ്രിപ്പാകുന്നുള്ളതേ ഉള്ളൂ. ഓവർ ആവുമ്പോൾ കറണ്ട് പോകുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അത് വരുന്ന അതായത് ഇനിയും കൂടുതലായിട്ട് നമുക്ക് 250 മെഗാവാട്ട് കിട്ടിയില്ലെങ്കിൽ വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ചെയ്തത്. അത് ഇന്നലെ കിട്ടി. അതാണ് ആ പ്രശ്നം കഴിഞ്ഞത്. ഇനി പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. ലോഡ് ഷെഡിംഗ് ഇല്ല. ഇല്ല ഇല്ല, ഇന്നലെ 250 മെഗാവാട്ട് കിട്ടി. വരുമാനത്തിനനുസരിച്ചിട്ട് അതപ്പം നിങ്ങൾ ചീത്ത പറയും. കൂടുതൽ കൊടുത്ത് ഇല്ല, അത് നോക്കട്ടെ. അത് റെഗുലേറ്ററി കമ്മീഷനല്ലേ തീരുമാനിക്കണം. വരവെത്ര ചെലവെത്ര എന്നുള്ളത് നോക്കിയിട്ടില്ലേ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കണം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. എന്താണത്, എന്താ നിങ്ങൾ വിമർശിക്കുമ്പോൾ എന്താണ് ഈ 10 വർഷം കൊണ്ട് ഇവിടെ ചെയ്തിരിക്കണതെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. നിങ്ങൾക്ക് ഓരോന്ന് തരാം. കൊടുത്തിട്ടാ ഇതാ. നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഞങ്ങളെ വിമർശിക്കും. വിമർശനം മാത്രമേ അറിയുള്ളൂ. ഇലക്ട്രിസിറ്റിയെ കിട്ടാത്തവർ എത്ര ആളുടെ അറിയൂടെ? ഒരു ഫാന് പോലും വെക്കാത്തവർ എത്ര ആളുടെ അറിയോ? സർക്കാരിന്റെ കുഴപ്പം തന്നെ. അത് തന്നെ നമ്മളെല്ലാം കൂടി ആയിട്ടും ഇത്രയും ചെയ്തില്ല പറയാണ്. ഇപ്പോഴാണ് 110 കോളനിയിൽ ലൈറ്റ് എത്തിച്ചത്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഉൾപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന 250 മെഗാവാട്ട് കിട്ടിയപ്പോഴാണല്ലോ നമുക്ക് ധൈര്യമായത്. ഇപ്പൊ ബാങ്കിങ് ഇപ്പോൾ 5 സ്ഥലത്ത്, ഇപ്പോൾ പഞ്ചാബിലൊക്കെ 8 മണിക്കൂർ 10 മണിക്കൂറാണ് ലോഡ് ഷെഡിങ്. 5 സ്റ്റേറ്റിലായി കഴിഞ്ഞു. അപ്പം മൊത്തം നമുക്ക് എവിടെ നിന്നും കിട്ടാൻ വഴിയില്ലാത്ത ഒരു സ്ഥിതിയിൽ എത്തിയപ്പോഴാണ് ഇന്നലെ എങ്ങനെയൊക്കെയോ കിട്ടിയതാണ്. അപ്പം അത് നമ്മളൊന്നും അറിയണ്ടേ? മറ്റ് സ്റ്റേറ്റിലുള്ള വിഷമങ്ങളൊന്നും അറിയണ്ടേ? നമ്മളെവിടെ നിന്ന് മേടിക്കും? നമ്മളെക്കാളും വികസിച്ച സ്റ്റേറ്റുകളൊക്കെ 8 മണിക്കൂറും 10 മണിക്കൂറൊക്കെ ലോഡ് ഷെഡിങ് വന്നിരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഇവിടെ 10 മിനിറ്റിനാണ് നമ്മൾ ചർച്ച വരുന്നത്. 10 മിനിറ്റില്ല, ചിലപ്പോൾ 5 മിനിറ്റ്. 5 മിനിറ്റ് എന്താ വെച്ചാൽ ഈ കുക്കറൊക്കെ കറണ്ട് പോയാൽ അതൊക്കെ ഓഫാക്കും.
അപ്പോൾ ഡ്രിപ്പ് കഴിയും. അല്ല, ഉപയോഗം കമ്മിയാവില്ലേ? അത് ഓണായി പോകുമല്ലോ. എല്ലാം അതെന്താ വെച്ചാൽ 250 മെഗാ അല്ല 250 അല്ല ഒരു മിനിറ്റ് 250 മെഗാവാട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് കിട്ടിയപ്പോഴും പ്രശ്നമില്ലല്ലോ. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? കോടതികളാണെങ്കിലും തെറ്റായ ഒരു സമീപനം സ്വീകരിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുമല്ലോ. കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ദൈവിക സങ്കല്പമൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഭയക്കാനും ഇങ്ങനെ അങ്ങനെ ഭയക്കാനൊന്നുമല്ല. നമുക്കതിനെ ഒരു സംവിധാനമല്ലേ, നമ്മൾ ഉണ്ടാക്കിയ ഒരു സംവിധാനമല്ലേ, അതിനെ നമ്മൾ തന്നെ അത് പറയേണ്ട സ്ഥലത്ത് പറയും. അല്ല, മിനിസ്റ്റർ ഇപ്പോൾ യഥാർത്ഥത്തിൽ വേറെ രീതിയിൽ KSCB കൂടി നിർവീര്യമാക്കല്ലേ, അവരുടെ മനോവീര്യം കിടത്തല്ലേ. അങ്ങനെ പിന്നെ എന്നെ കൊണ്ട് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷന് എതിരായിട്ട് നിങ്ങൾ പറയിക്കണം എന്നുള്ളതാണ് ഉള്ളിൽ ഉദ്ദേശിച്ചത്. അല്ലാതെ അത് ഞങ്ങൾ പറയേണ്ട വേദിയിൽ പറയുന്നത്, അത് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറയേണ്ടതല്ലല്ലോ അത്. അത് നിങ്ങൾ തീരുമാനിച്ചോളെ. നമുക്ക് അവസാനിപ്പിക്കാലോ? നിങ്ങളിതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു ഈ കാലത്ത് ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണേ. ഹെഡിങ് മാത്രം വായിച്ചാൽ പോരാ. വിളിച്ചൂല്ലേ? ഉഷ്ണതരംഗം വന്നപ്പോ വിളിച്ചൂല്ലേ? അതെന്താ അറിയോ? 150 കോളനിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണത് വിളിച്ചെന്ന് പറയാൻ കാരണം.